ഹലോ, അസ്സലാമു അലൈക്കും. ഈവനിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ക്യാൻറ്റീനാണ്, ചട്ടിപ്പത്തിന്റെ പരിപാടിയിലാണ്. ഈവനിംഗിലേക്കുള്ള സാധനം ഉണ്ടാക്കാൻ പൂള പൊരിച്ചു വെച്ചു. ഓരോ പരിപാടി നമുക്ക് വെള്ളിയാഴ്ച ആകുമ്പോ നേരത്തെ ഒരു 12 തീർക്കാണല്ലോ. പിന്നെ വെള്ളിയാഴ്ച പിന്നെ പതിനൊരു നേരം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു തിരക്കിന്റെ പണിയിലാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് ശോഭ കാണിക്കാൻ പറ്റും, കാണിക്കട്ടോ. ചട്ടിപ്പത്തിരിന്റെ പിന്നെ ലെയർ ഉണ്ടാക്കണ ആ പരിപാടിയിലാട്ടോ. അതുകൊണ്ട് അവർ തിരിയാതെ നേരം സ്ലൈം കുടിച്ചാട്ടോ. ഈ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കുറച്ച് മക്കളും ഉണ്ടാക്കണം, അത് ഉണ്ടാക്കിയത്. മക്കോളിക്കല്ലേ മസാല മക്കോളി വെച്ചാൽ ഇതിന്റെ മസാല കൊണ്ടുവന്നിട്ടോ. മക്കളൂന് സാധനം റെഡി ആക്കണം, മക്കളെ കുട്ടിയൊക്കെ റെഡി ആക്കണം. സൂപ്പർ. അപ്പൊ ഒന്ന് ചിക്കൻ മക്കളൂണ് ഉണ്ടാക്കി. ചിക്കൻ ഇട്ടാണുണ്ടാക്കി, വെജിറ്റബിൾ ഉണ്ടാക്കാറ്. ചിക്കൻ ഇട്ടാണ് ഉണ്ടാക്കി. ടേസ്റ്റ് നോക്കാം. ഞാൻ തിന്നോക്കി, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. അപ്പോൾ കഴിച്ചത് ടേസ്റ്റാണ്, ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാന് സമൂസന്റെ പോലെ ഒന്ന് വെള്ളിയാഴ്ച നേരത്തെ അടക്കുന്നത് അതൊക്കെ റെഡിയാണ്. അത് വാങ്ങിട്ട് വരക്കാം. പഴം മാറ്റി വെച്ചാൽ മസാല ഉണ്ടാക്കും. ചിക്കൻ റോളിന്റെ മസാല നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കുറച്ച് മസാല കമ്മിയാക്കി ചിക്കൻ റോൾ കുറച്ച് ഇതുണ്ടാകാണ്ട് നമ്മൾ വേറെ വാക്കുണ്ട്. അപ്പോൾ അതൊന്ന് ചിക്കൻ റോളാക്കി പള്ളിയിൽ പോയി വന്നിട്ടുള്ളൂ, ചോറിനില്ല. അപ്പൊ ഇത് സെറ്റാക്കി ചോറിനായിരിക്കാനില്ല. ചട്ടിപ്പത്തിരി 2 റെഡി കേട്ടോ. ഇത് പിന്നെ ചിക്കൻ്റെത്, ഇത് മധുരമുള്ളത് വെച്ചിന്. ഇനി ഇത് കൂടെ ഉണ്ടാക്കിയാലേ ചിക്കൻ റോൾ വെച്ചിട്ടുണ്ട്. അവിടെ ആ പാത്രത്തിലാക്കി വെച്ചിന്. ചിക്കൻ റോള് സെറ്റാക്കി നോക്കുകയാണ്. നമ്മൾ സാധാരണ ചിക്കൻ റോള് എണ്ണയിലിട്ട് മുക്കി പൊരിക്കലാണ്. ഇത് നമ്മൾ അങ്ങനെയല്ല പൊരിക്കുന്നത് കേട്ടോ. ഇത് നമ്മളുടെ ഒരു സ്പെഷ്യലാണ്. നമുക്കിങ്ങനെ ഒരു ഭാഗം വച്ചിട്ട് അങ്ങനെ ഉണ്ടാകാം. നമ്മൾ എണ്ണ എല്ലാം വരില്ല, ആ ചട്ടി പിടിക്കാക്കാൽ എണ്ണ മാത്രമേ വരുള്ളൂ. അത് കഴിക്കുന്നത് സുഖമാണ്. ഈ മസാലയിൽ കുറച്ച് എണ്ണ ഉണ്ടാവുള്ളൂ. മറ്റേ ഒന്ന് മുങ്ങി കുളിക്കുമ്പോൾ ഏകദേശം എണ്ണ പിടിക്കും. അപ്പോൾ അങ്ങനെ ഇതാക്കി തന്നെ എണ്ണ പോയി പാമ്പറിൻ്റെ മോഡലാവും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുത്താൽ മതി. അപ്പം മീനൊക്കെ പൊരിച്ചെടുക്കാൻ മാതിരി ഇരിക്കുക. ഒന്ന് 2 ഭാഗം ഇതെല്ലാം വെന്ത സാധനം തന്നെ കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് വേറെ മോഡൽ ഉണ്ടാക്കാം. റസ്ക് പൊടി കിട്ടുമ്പോൾ കപ്പേൻ്റെ പൊടിയൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കി മുക്കിയിൽ മുക്കിയൊക്കെ സെറ്റാക്കുമ്പോൾ അതിന് പ്രത്യേകത വേറെ രസം ഉണ്ടാവും കാണാൻ. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ മോഡലാക്കിയതാണ്. ഇത് കുഴപ്പമില്ല.
വേവിച്ചൊന്നും വേണ്ട. സാധനങ്ങളൊക്കെ വന്ന സാധനം തന്നെ ആവും. മസാലകളും പിന്നെ അതിൻ്റെ ലെയറിലൊക്കെ നമ്മൾ വേവിച്ചാവും. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ചൂടാക്കുമ്പോൾ ഈ കളർ കിട്ടണം നമുക്ക്. ഈ കളറാണ് അതിൻ്റെ പ്രത്യേകത. ആ കളർ കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മളെ പിന്നെ പഴംപൊരി, ചട്ടിപ്പത്തിരി, സമൂസ ഒക്കെ ഈവനിങ്ങിൽ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒന്ന് കൊണ്ടുപോകണം. അവിടെ ഉച്ച നേരം പിന്നെ കിടങ്ങായ്ക്ക് എത്തുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈശ്വര റോഡിൽ പോകുന്നതുകൊണ്ട് കിടങ്ങായ്ക്ക് എത്തുന്ന ഷോർട്ടാണ്. മഞ്ചേരിയുടെ ടൗണിലൂടെ പോകാനും ഭയങ്കര ബ്ലോക്കാണ്. നമ്മളെപ്പോഴും ഇതിൽ തന്നെ പോകാറുണ്ട്. ഇതിൽ പോകുന്നതിൻ്റെ മെച്ചം എന്താണ്? 5 ലാഭിക്കാം, 2 കിലോമീറ്റർ ലാഭിക്കാം. ഇതൊക്കെ മാറുന്നു. ഞാൻ അടക്കട്ടെ കേട്ടോ. തിരക്ക് കൂടി ലാഭിക്കും ചെയ്യാൻ പറ്റും. ഇതിൽ പോകുന്നപ്പോൾ 2 കിലോമീറ്റർ ലാഭിക്കാം. പിന്നെ കുറച്ച് നേരത്തെ എത്തും ചെയ്യാം. ബ്ലോക്ക് ഉണ്ടാവില്ല. ഗുണ നിൽക്കണ്ട. അങ്ങനെ പോയാൽ കുറച്ച് ഒത്തുവരി പോകണ്ടേ. ശരി, ആനപ്പുറത്ത് പോകുമ്പോൾ വേണം ആരും കാണാൻ പാടില്ല. നടക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കിടങ്ങായി എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ കാരാണ്ട് വീട്ടിൽ പോയിട്ടാണ് സാധനത്ത് പോരാൻ, കടയ്ക്കുള്ള സാധനത്ത് പോരാൻ. നാളെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കണ ഈ വീടിൻ്റെ വലിയൊരു വീടാണ്. കുട്ടികൾ നാളെയാണ്. നാളെ ഇനി എപ്പോൾ വരാം. അങ്ങനെ നമ്മൾ തായ്വാരം കാട്ടി തായ്വാരം റോഡിലും അവർക്ക് ഇറങ്ങുന്ന റോഡാണ് തായ്വാരം. അങ്ങനെ തായ്വാരം മോഡലാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ തന്നെ ഒന്ന് ചേർത്ത് അപ്പോൾ വീട്ടിലെത്തി. അമ്പനോട് ഇറക്കിയാണ് ഞാൻ സ്കെച്ചാണ്. ഇപ്പോൾ 5 കടിയേക്ക് പോകുന്നത്. നേരം 4:20 ഇനി അപ്പോൾ തുറക്കാൻ അവിടെ എത്തിയിട്ട് വേണം, സെറ്റാക്കിയിട്ട് വേണം തുറക്കാൻ. ഏതായാലും ഞാൻ പോട്ടെ. കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിയിലാണ്. വണ്ടീനൊക്കെ കുറച്ച് സെറ്റാക്കിയിട്ട് വേണം തുറക്കാൻ. അല്ലെങ്കിൽ സെറ്റാകാൻ ആൾ കയറിയ ബുദ്ധിമുട്ടാണ്. 4 പേർക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എത്ര തന്നെ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബെല്ലൈക്കൺ അമർത്തട്ടോ.